ഹായ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് തിരക്കിലായിരുന്നു. കുറച്ച് വീഡിയോസ് അങ്ങനെ മിസ്സായിപ്പോയി, ചെയ്യാൻ പറ്റിയില്ല. ഇന്നാണ് കുറേ നാൾ കൂട്ടി കുറച്ച് സമയം കിട്ടിയത്. എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം, മെൻ്റൽ ഹെൽത്തിനെ എന്തുകൊണ്ട് പരിഗണിക്കണം? പലരും മെൻ്റൽ ഹെൽത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഞാനൊരു കഥ പറയാം. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു 25 വയസ്സുള്ളൊരു പയ്യനെ കാണാനിടയായി. അവൻ ഒരു MBA കഴിഞ്ഞതാണ്, MCOM കഴിഞ്ഞതാണ്, നല്ല മിടുക്കനാണ് കാണാനൊക്കെ. പക്ഷേ ഈ കോഴ്സുകളെല്ലാം കഴിഞ്ഞിട്ടും അവൻ വീട്ടിൽ തന്നെ ഇരിക്കുക, ഒരു ജോലിയും ചെയ്യുന്നില്ല. ഒരു ജോലിക്ക് പോലും ഇന്നേ വരെ അവൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ പേരൻസിനോടൊക്കെ സംസാരിച്ചു, എന്ത് പറ്റി, അല്ലെങ്കിൽ കാരണങ്ങളൊക്കെ നോക്കിയപ്പം അവർ പറയുന്നത് അവന് പുറത്ത് പോകാൻ പേടിയാണ്, ആൾക്കാരെ കാണാൻ പേടിയാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അവന് ബുദ്ധിമുട്ടാണ് സംസാരിക്കാനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ, നമുക്ക് തെറാപ്പിയൊക്കെ ഇഷ്ടം പോലെയുണ്ട്, അതിനെ സഹായിക്കാൻ പറ്റുന്ന നല്ല എക്സ്പേർട്സ് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്തുകൂടെ? അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അവർക്ക് പ്രശ്നം അല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, മെൻ്റൽ ഹെൽത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, അവനത് ജോലിക്ക് പോകുന്നില്ല, അതേ ഉള്ളൂ. 100% മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം കൊണ്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോഷ്യൽ ഒരു ആങ്സൈറ്റി കൊണ്ടൊക്കെ ആയിരിക്കാം അവന് ജോലിക്ക് പോലും പോകാത്തത്. അത്ര നാൾ പഠിച്ചതും ഒക്കെ വെറുതെയാണ്. അവന് ജോലിയില്ലാത്തതുകൊണ്ട് അവന് കല്യാണം കഴിക്കാൻ പറ്റില്ല, എല്ലാം ആകെപ്പാടെ അവരുടെ ജീവിതം അവിടെ സ്ട്രഗിളാണ്. എന്നാൽ പോലും മെൻ്റൽ ഹെൽത്ത് നോ. അതുപോലെ കുറച്ച് നാൾ മുമ്പ് വേറൊരാളെ, പുള്ളിക്കാരൻ്റെ മകൻ ഒരു 15 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്തു. ഒരു കാര്യമില്ലാത്ത പർച്ചേസാണ്, പെട്ടെന്നുണ്ടായൊരു പർച്ചേസാണ്. അപ്പോഴാണ് അദ്ദേഹം ഇത് മെൻ്റൽ ഹെൽത്ത് എത്രമാത്രം നഷ്ടം ഉണ്ടാക്കി എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നത്. ഇത് നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറയുമ്പം പലർക്കും ഒരു വിഷമമാണ്, അത് ഒഴിവാക്കേണ്ട കാര്യമാണെന്നുള്ളത് ആ ധാരണ. കൂടോത്രക്കാരൻ്റെ അടുത്ത് പോകാൻ വിഷമമില്ല, കണിയാനെ കാണാൻ വിഷമമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദികളുടെ സഹായമോ അല്ലെങ്കിൽ ആത്മീയതയുടെയോ എന്തെങ്കിലും വേറെ എന്ത് വഴി കൊടുക്കാം. പക്ഷേ മെൻ്റൽ ഹെൽത്ത് അത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് പൊതുവൊരു ധാരണ. ഇത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. എത്രയോ പേരുടെ ജീവനാണെന്നറിയോ ഈ ഒരു ധാരണ കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്, എത്രയോ ബന്ധങ്ങളാണ് തകർത്തിരിക്കുന്നത്, എത്രയോ സാമ്പത്തിക നഷ്ടം ആണെന്നറിയോ. എന്തുകൊണ്ടാണ് നിങ്ങൾ മെൻ്റൽ ഹെൽത്തിനെ, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മെൻ്റൽ ഹെൽത്തിനെ പരിഗണിക്കണം എന്ന് ചോദിച്ചാൽ, ഇതൊരു സുഖചികിത്സ ആയതുകൊണ്ടോ വലിയ സമ്പന്നർക്കുള്ള ഒരു പ്രത്യേകതരം ഒരു ആനുകൂല്യമായതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മുടെ ആവശ്യമാണ്. മെൻ്റൽ ഹെൽത്തിന് നമുക്കൊരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന നഷ്ടങ്ങളാണ്. ഓക്കെ, അത് അല്ലാതെ ഒരു ട്രെൻഡോ ഒരു ഫാഷനോ ഒന്നുമല്ല. ഞാൻ തെറാപ്പിക്ക് പോകുന്നുണ്ട്, എനിക്ക് ഡിപ്രഷനാണ് എന്നൊക്കെ ഫാഷനായിട്ട് പറയുന്നവരുണ്ടാവും. പക്ഷേ ഇത് ആക്ച്വലി ഫാഷനല്ല. മെൻ്റൽ ഹെൽത്ത് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഹെൽത്ത് തന്നെയില്ല. 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് മെൻ്റൽ ഹെൽത്തിനെ പരിഗണിക്കണം. ഒന്നാമത്, നോ ഹെൽത്ത് വിത്തൗട്ട് മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ. നമ്മുടെ മാനസിക ആരോഗ്യം നല്ലതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല, നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുടെ, നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം ആക്ച്വലി അതിൻ്റെ പിന്നിലുള്ളത് ചില മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസാണ്. അപ്പോൾ നോ ഹെൽത്ത് വിത്തൗട്ട് മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തിനെ പരിഗണിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെപ്പറ്റി തന്നെ നമ്മൾ പരിഗണിക്കുന്നില്ല, നമ്മളെപ്പറ്റി നമ്മളൊരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല, നമുക്ക് ആരുമല്ല എന്നാണ് എൻ്റെ അർത്ഥം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മെൻ്റൽ ഹെൽത്ത് പരിഗണിച്ചില്ലെങ്കിൽ വലിയ നഷ്ടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. 2 കാര്യങ്ങൾ ഞാനിവിടെ പറയാം അതുമായി ബന്ധപ്പെട്ട്. പ്രസൻറ്റേയിസം ആൻഡ് ആബ്സെൻറ്റേയിസം. പ്രസൻറ്റേയിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ, നമ്മുടെ കരിയർ, അതിൽ നമ്മൾ പ്രസൻ്റാണ്, പക്ഷേ ശരിക്കും പ്രസൻ്റ് അല്ല, നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി അവിടെയില്ല. അതാണ് പ്രസൻറ്റേയിസം. അതുകൊണ്ട് നമുക്ക് കുറേ നഷ്ടങ്ങൾ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്താണ് ആബ്സെൻറ്റേയിസം. അതായത് അവിടെ പ്രസൻ്റ് ആവേണ്ടതാണ്, ചില കാര്യം ചെയ്യേണ്ടതുണ്ട്, ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകേണ്ടതുണ്ട്, ചില ദിവസങ്ങളിൽ നമ്മുടെ ഓഫീസിൽ നമ്മൾ എത്തേണ്ടതുണ്ട്, പക്ഷേ അവിടെ ചെയ്യുന്നില്ല, ആബ്സെൻ്റാണ്. അതുകൊണ്ട് വരുന്ന നഷ്ടങ്ങൾ ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിനെ, ജോലിനെയൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കണക്ക് അനുസരിച്ച് ശരാശരി ഒരാൾ 30,000 രൂപയ്ക്കും 50,000 രൂപയുടെ ഇടയിൽ ശരാശരി എല്ലാവർക്കും നഷ്ടം വരുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. നമ്മുടെ ടോട്ടൽ GDPയുടെ 1% മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് മാത്രം നമ്മുടെ ഭാരതത്തിന് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. എന്ന് പറയുമ്പം ഏകദേശം 3 ലക്ഷം കോടി രൂപ വരും. ഇത് നമ്മൾ വ്യക്തിപരമായിട്ട് നോക്കിക്കുക. നമ്മൾ നല്ല മെൻ്റലി ഫിറ്റ് ആയിരുന്നെങ്കിൽ, എക്സലൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തോരം ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു, കരിയറിൽ എന്തോരം ഗ്രോത്ത് ഉണ്ടാകുമായിരുന്നു.
അതങ്ങനെ പറ്റാത്തതുകൊണ്ട് എന്തൊക്കെ നഷ്ടമോ ഉണ്ടായിട്ടുണ്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഒരുപാട് എത്രയോ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് വളരെ മിടുക്കനാണ്, ഒരു അറിയപ്പെടുന്ന ഒരു IT കമ്പനിയിലെ നല്ലൊരു എൻജിനീയറായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട്. എത്രയോ വിവാഹ ബന്ധങ്ങളാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് മാത്രം തകർന്നു പോകുന്നത്. മെൻ്റൽ ഹെൽത്തിനെ പരിഗണിക്കാതെ അവർ കാണുന്ന മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ശരിക്കും പ്രശ്നം മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അത് കൃത്യമായി നിലനിർത്തുക. അതിനെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെൽഫ് കെയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് എടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്തിനെ പരിഗണിക്കാതെ ഒരു സന്തോഷമോ ഒരു ഹാപ്പിയായ ഒരു ജീവിതമോ ഒരു ഹെൽത്തിയായ ജീവിതമോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പ്രൈം ഇമ്പോർട്ടൻസോടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മെൻ്റൽ ഹെൽത്ത്.